അപ്പൊ എല്ലാവർക്കും സ്വാഗതം. എവിടേക്ക്? ജോസ് മോസസ് കിച്ചണിലേക്ക്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ കേരളത്തിൽ അത്രയ്ക്ക് പരിചയക്കാരനല്ല അവൻ. പക്ഷെ ആ രാജ്യത്ത് നിന്ന് കുറെ ഫുഡ് നമ്മുടെ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. ആ ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ടുള്ള സ്ഥലമാണ്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ഓൾറെഡി. ശ്രീലങ്കയുടെ പോൾ റൊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളികേരാണ്. ശ്രീലങ്കയിൽ നാളികേരിട്ട റൊട്ടി, ഒരു ഫ്ലാറ്റ് ബ്രെഡ്, അതാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ സവോള, പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് മിളക് ഒക്കെ ഇട്ടിട്ടാണ് ഈ റൊട്ടി ഉണ്ടാക്കുന്നത്. പിന്നെ നാളികേരം. എന്താണ് നാളികേരം? അതാണല്ലോ മെയിൻ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഇവിടെയും നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പൊ ഉണ്ടാക്കല്ലേ നമ്മൾ ഒന്നിച്ച് ജോസ് മോസസ് കിച്ചണിൽ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കല്ലേ. നമുക്ക് നമ്മുടെ സവോള തൃശ്ശൂർ ഭാഷയിൽ നൈസായിട്ട് അങ്ങോട്ട് എഴുന്നേൽക്കാം കേട്ടോ. ഇതേപോലെ നൈസായിരിക്കണം കേട്ടോ. ഓക്കെ, നൈസായിട്ട് ഇതേപോലെ നൈസായിട്ട്. നമുക്ക് നമ്മുടെ പച്ചമുളക് ഇതേപോലെ തൃശ്ശൂർ ഭാഷയിലേക്ക് നൈസായിട്ട് അങ്ങോട്ട് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, നൈസല്ലേ? ഇങ്ങനെയൊക്കെ നൈസായിട്ട് ചോപ്പ് ചെയ്ത് ആ തൃശ്ശൂർ ഭാഷ പറഞ്ഞ പോലെ തന്നെ നൈസായിട്ട് നമ്മുടെ വേപ്പല ഇങ്ങനെ അങ്ങോട്ട് ചോപ്പ് ചെയ്തിരിക്കാട്ടോ. അങ്ങനെ നൈസായിട്ട് നമുക്ക് ഇതേപോലെ ഒരു ബോൾ വയ്ക്കാട്ടോ മിക്സ് ചെയ്യാനായിട്ട്. നമുക്ക് മൈദ ഇട്ട് കൊടുക്കാട്ടോ ബോളിലേക്ക്. നാളികേരം, സവോള, പച്ചമുളക്, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ മൈദ, നാളികേരം, പച്ചമുളക്, വേപ്പില, സവോള എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ദിവസം നമുക്ക് വീണ്ടും തുടരാം കേട്ടോ. നമുക്കത് കുഴച്ച് ഈ രൂപത്തിലാക്കി എടുക്കാം കേട്ടോ. അതെങ്ങനെയാവും കേട്ടോ. നമുക്കത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇതേപോലെ കുഞ്ഞു ബോളാക്കാം കേട്ടോ. നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുക്കട്ടോ. നമുക്കൊന്ന് അമർത്തി കൊടുത്ത്
ഇതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. നമുക്ക് പോൾ റൊട്ടി ഗ്രിൽ ചെയ്തെടുത്താലോ? നമുക്ക് ഇതേപോലെ ഒരു സ്കെലറ്റ് വെക്കട്ടെ, കുറച്ച് കട്ടി കൂടിയത്, അതാണ് നല്ലത്. അത് കഴിഞ്ഞൊരു മീഡിയം ഹീറ്റിൽ അത് ഓൺ ചെയ്യാം കേട്ടോ. ലൈറ്റ് ആയിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ സ്കെലറ്റ് ചൂടായി കേട്ടോ. നമുക്കത് ചുട്ടെടുക്കാം കേട്ടോ. നമുക്ക് ചെറുതായിട്ട് എണ്ണ ഒന്ന് തെളിയിച്ചു കൊടുക്കാം കേട്ടോ. ഒന്ന് സ്പ്രെഡ് ചെയ്യും. റെഡി ആയി കിട്ടോ. നമുക്കത് എടുക്കാം. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പാൽ റൊട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചൂട്. അതും ഞാൻ ഇന്ന് കുറച്ച് റോസ്റ്റ് ഉണ്ടല്ലോ, നാടൻ റോസ്റ്റ്, അതും റെഡി ആക്കി. നമുക്ക് അതും കൂടി ഒന്ന് പിടിച്ചു നോക്കാം. നമ്മുടെ ചൂടൻ റൊട്ടി കേട്ടോ. അത് കഴിഞ്ഞ സൈഡിലേക്ക് നമ്മുടെ ചിക്കൻ ഹൈലൈറ്റ് പിന്നെ ചെയ്യാൻ നമുക്ക്. നമ്മുടെ റൊട്ടി നല്ല ചൂടാ. റൊട്ടി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന്. നാളികേരവും വേപ്പലയും മുളക് പൊടിയും പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. നമ്മൾ തിന്ന് പരിചയിച്ച റൊട്ടികളെക്കാളൊക്കെ വളരെ വ്യത്യസ്തമാണ്. പക്ഷെ സാധനം കിട്ടില്ല, കാരണം നാളികേരം ഹൈലൈറ്റ് അതിൻ്റെ തന്നെ. അത് നമുക്ക് ചിക്കൻ്റെ ഗ്രേവി വേണ്ടി പിടിക്കാം. ചിക്കനല്ലോ മെയിൻ ഗ്രേവിക്ക്. റോസ്റ്റിന്റെ ഒപ്പം കിടും. റോസ്റ്റും നാളത്തിന്റെ ഇതുകൊണ്ട് ഒന്നും പറയണ്ട. കിട്ടു കിട്ടു. അപ്പൊ എങ്ങനെ തിന്നണ്ടേ? ഇനിയാ ആസ്വദിച്ചു ജോസ്മോസ് കിച്ചണില് ആസ്വദിച്ചു. ആസ്വദിച്ചിരുന്നാൽ മാത്രം പോരാട്ടോ. എന്താ ചെയ്യണ്ടേ? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ അപ്പൊ എല്ലാവർക്കും ഒന്ന് അമർത്തേക്കണം. അപ്പോഴാണല്ലോ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. കിട്ടുന്ന റെസിപ്പീസ് ആയിട്ട് ഞാൻ വീണ്ടും തിരിച്ചു വരാം. ബൈ.